അതുപോലെ തന്നെ റിബയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ലൈഫ് ഇൻഷുറൻസിന്റെ പരിപാടി, ജീവൻ നമ്മൾ കൊണ്ടുപോയി ഇൻഷൂർ ചെയ്യുന്ന ഈ പരിപാടി, ഇതൊക്കെ വളരെ അപകടകരമാണ്. കാരണം നമ്മുടെ ജീവനിൽ നമുക്ക് യാതൊരു ഉടമാവകാശവുമില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഇന്ന് LIC പോളിസികൾ എല്ലാ നാട്ടിലും കൊണ്ട് വർദ്ധിച്ചിട്ട് ഇതിലൊന്നും എടുക്കാത്ത, പങ്കുചേരാത്ത ആളുകൾ വളരെ കുറവാണ്. ഈ അവസ്ഥയൊക്കെ കരുതണം എന്ന് പ്രത്യേകം നിങ്ങളോട് ഉണർത്തുന്നു. അതുപോലെ തന്നെ വാഹനത്തിന്റെ ഇൻഷുറൻസ്, അതില് തേർഡ് പാർട്ടി ഇൻഷൂർ അത് അനുവദനീയമാണ്. കാരണം അത് നിർബന്ധ സാഹചര്യമായതുകൊണ്ട്, അല്ലാതെ ഫസ്റ്റ് ക്ലാസും സെക്കൻഡ് ക്ലാസും ഒക്കെ ആലോചിച്ചിട്ടേ ചെയ്യാവൂ എന്ന് പ്രത്യേകം ഉണർത്തുന്നു. തേർഡ് പാർട്ടി എന്തായാലും ആവശ്യമായിരിക്കും, തേർഡ് ക്ലാസ് ഇൻഷൂർ. കാരണം അതില്ലാതെ ഒരിക്കലും വാഹനം പുറത്തിറക്കാൻ പറ്റാത്ത രാജ്യ നിയമത്തെ അംഗീകരിക്കുക എന്ന നിലക്ക് അത് മാത്രം ചെയ്യാം. പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുന്നവർക്ക് തേർഡ് പാർട്ടൊക്കെ എടുക്കാൻ നല്ല വിഷമമുണ്ടാവും. കാരണം ഇത്രയും കാശ് മുടക്കിയിട്ടിടാൻ അതൊക്കെ അങ്ങോട്ട് മറക്കുക. എല്ലാം മറന്നിട്ട് തേർഡ് പാർട്ടിയിൽ മാത്രം ഒതുങ്ങാൻ നോക്കുക മുസ്ലിമീങ്ങള്. അതാ വേണ്ടത്. എങ്കിൽ രാജ്യ നിയമത്തെ അംഗീകരിക്കുക എന്നൊരു ഇളവെങ്കിലും അതിലുണ്ടാവും എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. തൽക്കാലം